വെൽക്കം ബാക്ക് ടു ലിബിസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു അടിപൊളി സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതും കുഞ്ഞി കുഴലപ്പമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കുഴലപ്പമാണ്. ഈ ക്രിസ്മസിനൊക്കെ എല്ലാ വീടുകളിലും സാധാരണ ഉണ്ടാക്കുന്നതാണ് ഈ കുഴലപ്പം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം തന്നെ ഇതിന് വേണ്ടത് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടി. ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ചേർക്കുന്നത് പറഞ്ഞാൽ കൊച്ചുള്ളി, തേങ്ങ, വെളുത്തുള്ളി, ജീരകം. ഈ വെളുത്തുള്ളിയുടെയും കൊച്ചുള്ളിയുടെയും ഒരു ടേസ്റ്റ് മുമ്പിൽ നിൽക്കണം. നന്നാൽ മാത്രമേ നമ്മുടെ ഈ കുഴലപ്പത്തിൻ്റെ ടേസ്റ്റ് കറക്റ്റ് വരത്തുള്ളൂ. അപ്പം ഞാൻ ഏകദേശം 2 കപ്പിനാണ് നമ്മൾ എടുക്കുന്നതുകൊണ്ട് ഒരു 100 ഗ്രാം കൊച്ചുള്ളി വരെ ചേർക്കാം. ഏകദേശം 1 കിലോ അരിപ്പൊടിക്കാണെങ്കിൽ 1/4 കിലോ കൊച്ചുള്ളി വരെ ചേർക്കണമെന്നാണ് കണക്ക്. അതേപോലെ തന്നെ വെളുത്തുള്ളിയും ജീരകവും എല്ലാം നമ്മൾ അതനുസരിച്ച് കൂട്ടണം. ഇതെല്ലാം കൂടി ഇനി വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ വറുത്ത അരിപ്പൊടി എടുത്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറണം. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് അരിപ്പൊടി നമ്മുടെ പാനിലോട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നിടം വരെ ഒന്ന് ചൂടാകും. നമ്മൾ ചൂടായി വരുമ്പോൾ അതിനൊരു മണം വരും. അപ്പോൾ അതാണ് നമ്മുടെ കണക്ക്. ആ സമയത്ത് തന്നെ ഞാൻ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ അരിപ്പൊടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചേക്കുവാണ്. ഇനി നമുക്കിത് ഓരോ സാധനങ്ങൾ ചേർത്ത് കുഴച്ചെടുക്കണം. ആദ്യം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഇപ്പം ഞാൻ മൊത്തത്തിൽ എള്ള് ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടീസ്പൂണോളം എള്ള് കണ്ടല്ലോ, ഈ ഒരു ഇത്രയും ചേർക്കുക. നമ്മൾ കുഴലപ്പം എടുക്കുമ്പോൾ നമുക്ക് ആ എള്ള് കാണാൻ പറ്റണം. അപ്പോൾ അത്രയ്ക്ക്. ഞാനിപ്പോൾ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഞാനിപ്പോൾ നമ്മളൊരു സൈഡിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുന്നുണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ആദ്യം തേങ്ങ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി. ചിലപ്പോൾ നമുക്ക് കണക്കറിയത്തില്ലെങ്കിൽ ഇത് കൂടുതൽ വെള്ളമായി പോവും. ഇപ്പോൾ കണ്ടല്ലോ, ഞാൻ ഈ ഒരു പരുവത്തിന് നമ്മൾ കൈ വിടാതെ പെട്ടെന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ആ ചെറു ചൂടോടെ തന്നെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇതേണ്ട ഇപ്പം നമ്മുടെ കുഴലപ്പത്തിനുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ. ഇനി നമുക്ക് കുഴലപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇത് 2-3 രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ കിച്ചൺ ടോപ്പിൽ കുറച്ച് എണ്ണ തടവിട്ട്, ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് തടവുന്നത്. ജസ്റ്റ് ഇതേണ്ട ഞാനൊരു ചപ്പാത്തി റോളർ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം നമുക്ക്. കണ്ടല്ലോ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കട്ടറോ വല്ലതും ഉപയോഗിച്ചിട്ട് ഞാൻ ചെറിയ കുഴലപ്പാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഇതേപോലെ നമ്മൾ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ജസ്റ്റ് ഒരു ഫിംഗറിൻ്റെ അറ്റത്ത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ കണ്ടല്ലോ, ഇതേപോലെ ഇങ്ങനെ എടുത്തേച്ചാൽ മതി. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറുകളോ അങ്ങനെ യൂസ് ചെയ്തിട്ട് അതേ കുറച്ച് എണ്ണ തടവിയിട്ട് വേറൊരു കവറും കൂടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു ഒരു കുഴലപ്പം ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് കണ്ടല്ലോ. എന്നിട്ട് ജസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മുടെ കയ്യിൽ വെള്ളയിലെടുക്കുക. നമ്മുടെ കയ്യിലും കുറച്ച് എണ്ണ തടവാം കേട്ടോ. നമ്മൾ 1-2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടും. ബാക്കിയുള്ള കുഴലപ്പത്തിൻ്റെ മാവും കൂടെ നമ്മൾ ഇതേപോലെ തന്നെ റോൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഞാൻ ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ഇത് വറക്കുന്നത്. നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടിരിക്കുകയാണ്. നമുക്കിതിനി ഓരോന്നും ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം ചെറു തീയിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഒരുപാട് കരിഞ്ഞു പോകും അല്ലെങ്കിൽ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കുഴലപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടല്ലോ, വളരെ ഈസിയാണ്. ഇപ്പോൾ നമ്മുടെ കുഴലപ്പം ഏകദേശം നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കിന് നമുക്ക് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് മൂത്ത് പോയാൽ കൊള്ളത്തില്ല. ഇതേപോലെ തന്നെ ബാക്കിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ കുഴലപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം എല്ലാവരും. അപ്പോൾ നമ്മൾ വീണ്ടും അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.